ഇത്രയും നാളും നമ്മളിപ്പോൾ കഴിഞ്ഞ 1 academic year കംപ്ലീറ്റ്ലി ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോയപ്പോഴത്തേക്കും വി ഗോട്ട് ദ റിസൾട്ട്. My children or our children are sitting on the cushions, not on the floor. They are sitting on the cushions and we have given the writing table with this according or corresponding height. അവർ താഴെ ഇരിക്കുന്നത്, അവർ തറയിലാണ് ഇരിക്കുന്നത്, കുഷ്യൻസിലാണ് ഇരിക്കുന്നത്. നടു നിവർത്തി ബാക്ക് ബോൺ സ്ട്രെച്ച് ചെയ്ത് അവർ കറക്റ്റ് ഹൈറ്റിൽ റൈറ്റ് ചെയ്ത് ആ ടേബിൾസിലാണ് അവർ യൂസ് ചെയ്തത്. ആ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ക്രോൾ ചെയ്യാനുള്ള എല്ലാ റൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ക്രോൾ ചെയ്യാം, അവർക്ക് ഉരുളാം, കിണറ് നീന്താം. We don't have any problem and that is the main reason why we are not allowing chappals into the classroom. ഇവർ കിടന്ന് ഉരുളേണ്ട സ്പേസ് ആണത്. എൻ്റെ ടീച്ചേഴ്സ് ആരും വന്ന് എന്നോട് പരാതി പറയാറില്ല, കുഞ്ഞുങ്ങൾ ആരും അടങ്ങിയിരിക്കുന്നില്ല, അവരവിടെ കിടന്ന് ഉരുളാണ്, ഓടുകയാണ്, ചാടുകയാണ്. ഞാൻ ആ ഫെസിലിറ്റീസ് ചെയ്തു കൊടുത്തിട്ട് അവരെങ്ങനെ എന്നോടൊന്ന് പറയും പരാതി. The class is arranged in or structured in such a way to give that movement freedom for my kids. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഒരു 99% കുഞ്ഞുങ്ങൾ നമ്മുടെ സ്കൂളിൽ വരാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അതിലും അപ്പുറം ആ 1% കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരാൻ ഹാപ്പി ആകുന്നില്ല എങ്കിൽ ഞാൻ അതിനെ കാണുന്നത് അത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ. കാരണം ഇത്രയും ഹാപ്പിനെസ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോഴും അതിന്റെ അപ്പുറം ഹാപ്പിനെസ് കൊടുക്കുന്ന പേരൻസും ഗ്രാൻഡ് പേരൻസും അവർക്ക് വീട്ടിലുണ്ട്. യു ആർ വെരി ഹാപ്പി ഫോർ ദം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം സ്ട്രക്ചർ. ഡോക്ടർ TPS അദ്ദേഹം എഡ്യൂക്കേഷനിൽ തന്നെ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിത്വമാണ്. TPS അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഗ്രാൻഡ്മ സിസ്റ്റം വേണമെന്ന്. അതായത് ഒരു അമ്മൂമ്മ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ വേണം ഒരു 8 വയസ്സ് വരെ എങ്കിലും കുട്ടികളും ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്നുള്ളത്. ഞാനിത് കേൾക്കുന്നത് ഒരു 3 months മുന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുന്നത്. വളരെ പ്രൗഡായിട്ട് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനൊക്കെ വിളിച്ച് ആ വീഡിയോ കാണിച്ചു കൊടുത്തു. അത്രയും പോസ്റ്റിലിരിക്കുന്ന ഒരു മനുഷ്യൻ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് റൂം സ്ട്രക്ചറാണ് നമ്മൾ ഓൾറെഡി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡോക്ടർ TPS പറയുന്നത് കുഞ്ഞുങ്ങൾ സർക്കിളിൽ ഇരിക്കണം, ടീച്ചർ സെന്ററിൽ ഉണ്ടാവണം, ടീച്ചറും കുഞ്ഞുമായിട്ടൊരു ആശയവിനിമയം എപ്പോഴും ഉണ്ടാവണം. ഓരോ കുഞ്ഞിനും തോന്നണം ഞാനാണ് എൻ്റെ ടീച്ചറിന്റെ ഫേവറേറ്റ് കിഡ്. ദാറ്റ് ഈസ് വാട്ട് വി ഓൾറെഡി ഇംപ്ലിമെന്റഡ് ഇൻ അവർ സ്കൂൾ. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ ചിന്തിച്ചത് ഡോക്ടർ TPS ചിന്തിച്ചതുപോലെയാണ്. But luckily that is what happening in weekends. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഹാഫ് സർക്കിളിൽ അല്ലെങ്കിൽ റോ ആയിട്ട് 2 റോ ലെഫ്റ്റ് സൈഡ് ആയിട്ട് സെന്റർ ടീച്ചർ ലീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കാണാനേ പറ്റില്ല. മൺഡേയിൽ വന്നാൽ ഒരു രീതിയിലായിരിക്കും, ട്യൂസ്ഡേയിൽ വന്നാൽ വേറൊരു രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടാകുക. ബട്ട് വി അഷ്വർ യു ദാറ്റ് ദ ചിൽഡ്രൻ ആർ ഹാപ്പി ആൻഡ് ദാറ്റ് ഓൾ ദ കിഡ്സ് ആർ ഇൻ 1 hand distance with the teacher. ഇവിടെ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് സിസ്റ്റം ഇല്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിൽ ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് സിസ്റ്റം ഇല്ല, എല്ലാവരും ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ്. അപ്പൊ ഒരു ഉടായ്പ നടക്കത്തില്ല. Or if you are taking that in a positive way, ഓരോ കുഞ്ഞും ടീച്ചറിന് തൊട്ടടുത്തുള്ളവരാണ്. They are all front benchers in our school. And we are trying hard to implement the same concept in primary classes also. പക്ഷെ അവിടെ ഈ ഫ്ലോർ സീറ്റിംഗ് ശരിയാവില്ല. അവർക്ക് ഉറപ്പായിട്ടും ഫർണിച്ചേഴ്സ് വേണം. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള പല ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ഡിഡ്ന്റ് ഡിസൈഡ് ഇറ്റ്. അതാണ് നമ്മുടെ ഇപ്പോൾ ഈ ഡോക്ടർ TPS എന്ന മനുഷ്യൻ അദ്ദേഹം സ്വയം പറയാറുണ്ട്, ടീച്ചർ പേരന്റ് സ്റ്റുഡന്റ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഇവരെല്ലാവരും ഉണ്ടെന്ന്. അദ്ദേഹം ജനിച്ചത് തന്നെ വിദ്യാഭ്യാസത്തെ പല മേഖലയ്ക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത നിയോഗം തന്നെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ട് ജീവിക്കാനാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. ബിക്കോസ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട് TPS, ടീച്ചർ പേരന്റ് സ്റ്റുഡന്റ്. അപ്പൊ ഞാൻ ചുമ്മാ ആലോചിച്ചു, നിങ്ങൾ പറയും ഇത് എന്ത് തള്ളാണ് ഈ മേഡം തള്ളുന്നതെന്ന്. എൻ്റെ പേര് വീണ GS എന്നാണ്. And I tried hard to relate. ടീച്ചർ ആലോചിക്കണം. V for Vidya, G for Guru, S for Shishya. So എൻ്റെ പേരിലുണ്ടത് വിദ്യ, ഗുരു, ശിഷ്യൻ. അപ്പൊ ദൈവം എന്നെ അതിനെ നിയോഗിച്ചതാണെന്നും തിരഞ്ഞെടുത്തതാണെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല, അദ്ദേഹത്തിന് ഭയങ്കര വിഷമാണ് ഞാൻ PSC എഴുതിയില്ല, ഗവൺമെന്റ് ജോബിൽ കയറിയില്ല എന്നൊക്കെ. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി നിയോഗിച്ചത് ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള പേരൻസിന് അറിയാം. ഐ ആം ഇമോഷണൽ, വെരി മച്ച് ഇമോഷണൽ. ഐ എം വെരി മച്ച് അഡിക്റ്റഡ് ടു മൈ ഫീലിങ്സ് ഓഫ് മൈ ചിൽഡ്രൻ. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ഹാപ്പിനെസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ ഉറപ്പ് തരും. നിങ്ങളുടെ കുട്ടികൾ ഓരോരുത്തരും
ദെൻ നെക്സ്റ്റ് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വി കിഡ്സ് ഗ്ലോബൽ സ്കൂൾ എന്നുള്ള പേര് കഴിഞ്ഞ വർഷം വരെ വി കിഡ്സ് സ്കൂൾ എന്നായിരുന്നു. പ്രൈമറി ക്ലാസ് വന്നപ്പോഴത്തേനാണ് നമുക്ക് അതിൽ എന്തെങ്കിലും കൂടി ഒന്ന് ആഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പബ്ലിക് സ്കൂൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് വി ആർ നോട്ട് വർക്കിംഗ് ആസ് എ ട്രസ്റ്റ്. നമുക്ക് പബ്ലിക് സ്കൂൾ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വി കിഡ്സ് ഗ്ലോബൽ സ്കൂൾ. സോ വി ആർ വർക്കിംഗ് ഓർ ട്രൈങ് ഹാർഡ് to implement the international level in our school. So of course, or why not, we can change the name to Vickers Global School. ഒരു 2 weeksൽ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമുക്ക് ആ പേപ്പേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് കിട്ടി നമ്മൾ ഒഫീഷ്യലി ആ പേര് ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് ഈ TPS സാറിന്റെ പ്രസംഗം കേൾക്കുന്നത്. വിക്കർസ് ഗ്ലോബൽ സ്കൂൾ, VGS. എന്റെ പേര് തന്നെയാണ് നമ്മുടെ സ്കൂളിൽ വന്നിരിക്കുന്നത്. അതൊക്കെ ആക്സിഡന്റലി സംഭവിച്ചതാണ്. എന്റെ പേഴ്സണൽ സന്തോഷമാണ്. ഞാൻ ഐ ജസ്റ്റ് ഷെയർഡ് വിത്ത് യു. എന്റെ ടീം തന്നെയാണ് എന്റെ അസറ്റ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പറയും, വളരെ സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയും. ഈ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, മറ്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എണ്ണമാൻ പറഞ്ഞു നമ്മളുടെ ടീം ഇസ് ഗെറ്റിംഗ് ബിഗർ, അല്ലേ? ടീം ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷം, ഓൾമോസ്റ്റ് 1 year, ഈ മാർച്ച് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് അക്കോമ്പറ്റേറ്റീവ് ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്. ഐ ജസ്റ്റ് ഹാഡ് എ ഡിസ്കഷൻ വിത്ത് ദം. ഈ ആനുവൽ ഡേ സെലിബ്രേഷൻ സമയത്ത്, പ്രിപ്പറേഷൻ സമയത്തൊക്കെ ഞാൻ ചോദിച്ചു, ഹൗ ഡു യു ഫീൽ വെൻ യു വർക്കിംഗ് വിത്ത് വീക്കേഴ്സ്? നിങ്ങൾ ഹാപ്പി ആണോ? മറ്റ് സ്കൂളുമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രീവിയസ് സ്കൂളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ യു ഹാപ്പി? അവരെല്ലാവരും എനിക്ക് പോസിറ്റീവ് റിപ്ലൈ ആണ് കിട്ടിയത്. അവരെല്ലാവരും എന്നോടൊപ്പം വളരെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ബുക്ക് സെലക്ഷൻ പ്രോസസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അതായത് നമ്മൾ നെക്സ്റ്റ് ഏത് പബ്ലിക്കേഷൻ്റെ ബുക്ക് എടുക്കണം, ഏതെങ്കിലും ബുക്ക് ചേഞ്ച് ചെയ്യണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ വർഷം നമുക്ക് ഹയർ ക്ലാസ്സുകൾ കൂടുതൽ വരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു ഫുൾ ബാച്ച് കയറും, സെക്കൻഡ് ബാച്ച് വരും, സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരും, 3, 4, 5th സ്റ്റാൻഡേർഡ് വരെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടെക്സ്റ്റ് ബുക്സ് വേണം, ഏത് പബ്ലിക്കേഷൻ്റെ ബുക്ക് വേണം എന്ന് ചൂസ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ആരും തന്നെ ഒരു ലൈറ്റർ ബുക്കിലേക്ക് പോയില്ല. വളരെ സന്തോഷത്തോടെ പറയാണ്, ബിക്കോസ് ഞാൻ പല സ്കൂളുകളിലും ഒരു ട്രെയിനറായിട്ട് പോയിട്ടുള്ള ആളാണ്. ടീച്ചേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അവരുടെ ജോബും കൂടെ കുറച്ച് ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ ചൂസ് ചെയ്യാനാണ് അവർ താല്പര്യം കാണിക്കാറുള്ളത്. പക്ഷെ എൻ്റെ ടീച്ചേഴ്സ്, ഞാനൊരു 4-5 പബ്ലിക്കേഷൻസിന് ബുക്ക് കൊടുത്തപ്പോൾ അവർ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത് അതിൽ ഏറ്റവും ഒട്ടും കണ്ടന്റ് കുറയാത്ത ആക്ടിവിറ്റീസ് കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്ന ബുക്സുകളാണ് അവർ സെലക്ട് ചെയ്തുകൊണ്ടുള്ളത്. ദാറ്റ് ഷോസ് ദ കമ്മിറ്റ്മെന്റ് ഓഫ് മൈ ടീം. Thank you so much, my dear team, and I hope you will work like this or more stronger with me, with Vickers Global School. So together we will work hard.